ഏറ്റവും കൂടുതൽ വസ്വാസ് ഉണ്ടാക്കുന്നുണ്ട്. ശൈത്താൻ നമ്മളിൽ ഏറ്റവും വലിയ വസ്വാസ് ഉണ്ടാക്കുന്നുണ്ട് നിസ്കാരത്തിൽ. നിസ്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥ വരെയാണ്. കൈകെട്ടി നിന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കലേ നിവൃത്തിയുള്ളൂ. റബ്ബിനോട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവേ, പൂർണ്ണമായ അർത്ഥത്തിൽ നീ തൃപ്തിപ്പെടുന്ന വിധത്തിൽ ഇതിനിക്ക് നിർവഹിക്കാൻ തൗഫീഖ് തരണം എന്ന്. അങ്ങനെ കഴിയുന്നത്ര ശ്രദ്ധാപൂർവം നിർവഹിക്കുക. അത് കഴിഞ്ഞാലുടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന 3 തവണ നമ്മെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നുണ്ട്. എന്തിനാ അത്? അല്ലാഹുവേ, എൻ്റെ കഴിവിൻ്റെ പരമാവധി നിസ്കാരത്തിൽ ഞാൻ എൻ്റെ ശ്രദ്ധ പതിച്ചുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ട്. കണക്ക് നോക്കുന്ന ദിനത്തിൽ ഇതിൻ്റെ പോരായ്മകൾ നീ കണ്ടെത്തുന്ന ദിനത്തിൽ പുറത്തു തരണം, മാപ്പാക്കണം. എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള അപാകതകൾ മാപ്പാക്കിക്കൊണ്ട് എനിക്കിതിൻ്റെ സമ്പൂർണ്ണ പ്രതിഫലം തരണം. അതുകൊണ്ട് ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. വല്ലതും സംഭവിച്ചെങ്കിൽ അല്ലാഹുവേ മാപ്പാക്കണം, പൊറുക്കണം. ഇതാണ് അസ്തഗ്ഫിറുല്ലാ നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നതിൻ്റെ പൊരുൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിസ്കാരത്തിൽ ശൈത്താൻ ഇങ്ങനെ പലവിധത്തിലുള്ള തോന്നിപ്പിക്കലുകൾ അവൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ശ്രദ്ധയെ അവൻ കവർന്നെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അങ്ങുമിങ്ങുമായി പോകാതിരിക്കാൻ ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ പോകാതിരിക്കാൻ ചെയ്യാവുന്ന പല പ്രത്യേകമായ നടപടിക്രമങ്ങൾ ഉണ്ട്. ഒന്ന്, നേരത്തെ നിസ്കാരത്തിന് പോയാൽ നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ട നമുക്കുള്ള 2 റക്അത്തും അതുപോലെ 4 റക്അത്തും ഒക്കെയുള്ളതും അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അന്യചിന്തകൾക്കൊന്നും വല്ലാതെ ഇടം കിട്ടുകയില്ല. പിശാച്ചിന് വല്ലാത്ത വിഷമാണല്ലോ അതൊക്കെ. അതൊരു മാർഗമാണ്. മറ്റൊന്ന്, നമ്മുടെ ശ്രദ്ധയും നോട്ടവും സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കലും മറ്റിടങ്ങളിലേക്ക് കണ്ണയക്കാതിരിക്കലും മറ്റു ശബ്ദങ്ങളും അപശബ്ദങ്ങളുമൊക്കെയുള്ള ഇടങ്ങളിൽ വെച്ച് നിസ്കരിക്കാതെ ശാന്തമായുള്ള ഇടങ്ങൾ നിസ്കാരത്തിന് തിരഞ്ഞെടുക്കലുമൊക്കെ ആവശ്യമായ കാര്യമാണ്. അതിന് പുറമെ നിസ്കാരത്തിൽ എന്താണോ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുന്നതെങ്കിൽ ആ പറയുന്നതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അന്യചിന്തകൾ കടന്നു വരാതിരിക്കുവാൻ അതും ഒരു പ്രത്യേകമായ സഹായകരമായ വസ്തുതയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ വരാതിരിക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മളെല്ലാം കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതും അതിനാവശ്യമായ ഒരു കാര്യമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും ഇമാമും ജമാഅത്തുമായൊക്കെ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരന്തം വിട്ട അവസ്ഥയിലാണ് ജമാഅത്തിലൊക്കെ പങ്കെടുത്ത് പിരിഞ്ഞു പോരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, ഇന്നെന്താണ് 1-ാമത്തെ റക്അത്തിൽ ഉറക്കയോതുന്ന സുബഹിയിലും മഗ്രിബിലും ഇശായിലുമൊക്കെ ഒന്ന് മനസ്സിനോട് ചോദിക്കുക. ഇന്ന് 1-ാമത്തെയും 2-ാമത്തെയും റക്അത്തിൽ ഇമാം എന്താണ് ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്തത്? പലപ്പോഴും നമുക്ക് ഉത്തരം പറയാനാവില്ല. കാരണം നമ്മുടെ മനസ്സവിടെ ഉണ്ടായിട്ടില്ല. ഫാത്തിഹ ഓതി, ഇമാം സൂറത്ത് ഓതിയിട്ടുണ്ട്, ഏതോ ആയത്തുകൾ ഓതിയിട്ടുണ്ട്, പക്ഷേ ഓർമ്മയില്ല. നമ്മുടെ മനസ്സ് പോയിട്ടുണ്ട്. മറ്റു ചിലർക്ക് എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് പോലും പിടുത്തമില്ല. പിന്നെ ഇമാമും ജമാഅത്തുമാകുമ്പോൾ പ്രശ്നമല്ല, കാരണം ഇമാമാണല്ലോ കൺട്രോൾ. സലാം വിട്ടും നമുക്ക് സലാം വിട്ടിയാൽ മതി, അപ്പോൾ ഉറപ്പായി. ഇമാമിന് തെറ്റിയാൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇത്ര റക്അത്ത്. ഉദാഹരണമായി ഇമാമെങ്ങാനും നിസ്കാരത്തിൽ അപാകത സംഭവിച്ചു, റക്അത്ത് വീണ്ടും അധികരിപ്പിക്കുകയോ കുറക്കുകയോ ഒക്കെ ചെയ്തു മറവി കാരണത്താൽ, എങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ മഅ്മൂമിന് സാധിക്കുന്നില്ല. കാരണം അയാളും വേറെ ഏതോ ലോകത്താണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സുകൾ അന്യചിന്തകൾ കടന്നുകൂടുന്ന അവസരങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. ഇനി നമ്മൾ അല്പം വൈകിയാണ് ജമാഅത്തിന് പങ്കെടുത്തത് എന്ന് സങ്കല്പിക്കുക. നിസ്കാരം കഴിഞ്ഞു, ഇമാം സലാം വീട്ടി, നമുക്ക് ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പൊ കൺഫ്യൂഷൻ, ഇനി എത്രയാ നിസ്കരിക്കേണ്ടത്? ഇമാമിൻ്റെ കൂടെ എനിക്ക് എത്ര റക്അത്താ കിട്ടിയത്? കൺഫ്യൂഷനായി. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? തൊട്ടടുത്ത് വന്ന് എൻ്റെ കൂടെ തന്നെ ജോയിൻ്റ് ആയ ആളെ നോക്കുകയാണ്, ഒന്നിങ്ങനെ നിസ്കാരം പിന്തിപ്പിക്കുകയാണ്, അയാൾ എത്ര നിസ്കരിക്കണമെന്ന്. അപ്പോൾ അതായിരിക്കുമല്ലോ ശരി എന്ന് വിചാരിച്ച് അതിലേക്ക് നോക്കുകയാണ്. അദ്ദേഹത്തെ നോക്കാനും അവസരം കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ഇയാൾ കൺഫ്യൂഷനിലാവുകയാണ്. ഇങ്ങനെയൊക്കെ ധാരാളം കൺഫ്യൂഷനുകൾ ഈ രൂപത്തിലൊക്കെ നമ്മുടെ നമസ്കാരങ്ങളിൽ വന്നു പോകുന്നുണ്ട്. ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്തല്ല. ഇത് ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾക്ക്
സ്വാഭാവികമായും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന അപാകതകളാണ്. റബ്ബിനോട് കാവൽ ചോദിക്കുകയല്ലാതെ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ. അങ്ങനെ സംഭവിച്ചു പോയാൽ എത്രയാ നിസ്കരിച്ചത്? ലാ യദ്രി കം സല്ലാ എന്ന് പറഞ്ഞില്ലേ? എത്ര റക്അത്താ നിസ്കരിച്ചത് എന്ന് അറിയാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മസ്അല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? എത്രയാണോ എണ്ണം കുറവ് നമ്മുടെ മനസ്സിൽ തോന്നിയതെങ്കിൽ അതിന്മേൽ ഉറപ്പിച്ച് ബാക്കി പൂർത്തിയാക്കുക എന്നാണ്. അതായത് 3 ആണോ 4 ആണോ നിസ്കരിച്ചത് എന്ന കൺഫ്യൂഷൻ വന്നാൽ അപ്പോൾ 3 നിസ്കരിച്ചു എന്നുള്ളത് ഉറപ്പാണല്ലോ. ആ 3-ൽ പിടിച്ച് പിന്നെ 4 റക്അത്ത് നിസ്കരിക്കുക. 4 ഓ 5 ഓ നിസ്കരിച്ചത് എന്ന് കൺഫ്യൂഷൻ വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൺഫ്യൂഷന്റെ കാര്യമില്ല. കാരണം 5 റക്അത്തുള്ളൊരു നിസ്കാരമല്ല. 2, 3 നിസ്കരിച്ചു എന്ന് വരുമ്പോൾ 2-ൽ പിടിച്ച് 2 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് 3 നിസ്കരിക്കുക, 3-മത്തെ നിസ്കരിക്കുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക? മറവിയുടെ 2 സുജൂദ് നിർവഹിച്ച് സലാം വിട്ടുക. കണ്ടോ, അവിടെ സഹവിന്റെ സുജൂദ് നിർവഹിക്കാൻ പറഞ്ഞു. ഇമാമിന്റെ കൂടെയാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ട് സഹവിന്റെ സുജൂദൊന്നും ചെയ്യേണ്ടതില്ല. അത് ഇമാമാണ് അത് നിർവഹിക്കുന്നത്. നമ്മൾ ഒറ്റക്കായിട്ടൊരു സഹവിന്റെ സുജൂദ് ഇമാമിന്റെ കൂടെ നമ്മളിങ്ങനെ പൂർത്തിയായി നിസ്കരിച്ചു, 4 റക്അത്തും നിസ്കരിച്ചു ഇമാമിന്റെ കൂടെ. പക്ഷെ നമുക്ക് നിസ്കാരത്തിന്റെ ഇടയ്ക്കൊരു കൺഫ്യൂഷൻ, ഇപ്പം എത്ര റക്അത്തായി, ഇമാമിന് തെറ്റിയോ എന്നൊക്കെ നമുക്കൊരു തോന്നൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇമാം സലാം വീട്ടിലേക്ക് നമ്മളാണ് സുജൂദിലേക്ക് പോവുക. അങ്ങനെ ഒരു സഹവിന്റെ സുജൂദില്ല. അബദ്ധമുണ്ടെങ്കിൽ ഇമാമ സുജൂദ് ചെയ്യും, അപ്പം നമ്മൾ സുജൂദ് ചെയ്യാം. അപ്പൊ ഈ മറവി, ഈ രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ പിശാചുണ്ടാക്കും, അന്യ ചിന്തകൾ ഉണ്ടാക്കും. പലപ്പോഴും ആളുകൾ തമാശ പോലും പറയാനുണ്ട്, തമാശയായിട്ട് പോലും പറയാറുള്ള ഒരു വാക്കുണ്ട്. കിട്ടാക്കടം എഴുതി വെച്ചു ഒരു കച്ചവടക്കാരൻ. അയാൾക്ക് എത്ര കിട്ടാനുണ്ട് എന്ന് അയാൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. അയാളോട് ഒരുത്തം പറഞ്ഞു കൊടുത്തു, നിസ്കരിച്ചു നോക്കുന്ന ഓർമ്മ വരുന്നു. കാരണം ഓർക്കാത്ത പലതും ശൈത്താൻ ഓർമ്മിപ്പിക്കുന്നത് നിസ്കാരത്തിലാണ്. ഇതാണ് ഇപ്പോൾ അവസ്ഥ സമൂഹത്തിൽ പല ആളുകളുടേതും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അന്യ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ കയറ്റിക്കൊണ്ടുവരുന്നുണ്ട് ശൈത്താൻ. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ആ തുടക്കത്തിൽ നമ്മൾ അഊദു ചൊല്ലുന്നുണ്ട്. പിന്നെ മറ്റവസരങ്ങളിലും ഒക്കെ സുഹൃത്തുക്കളെ എപ്പോഴും നമ്മുടെ ദിക്റുകളും ദുആകളിലുമൊക്കെ ഒരുപാട് തവണ നമ്മൾ അള്ളാഹുവിനോട് പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന്, ശർറിൽ നിന്ന് കാവൽ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ച് നമ്മൾ നിസ്കരിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും പരിപൂർണമായ പ്രതിഫലം നിസ്കാരം മുഖേന നൽകി റബ്ബിൻ്റെ പ്രത്യേകമായ സ്വർഗത്തിൽ ഇടം നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ. അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനുകൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് നമ്മയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.